എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC സേ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് SSLC exam.kerala.gov.in എന്ന നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് SSLC എക്സാമിനേഷൻ മെയ് 2024 സേ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ന്യൂ എന്നും ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി നിങ്ങൾക്ക് വ്യൂ റിസൾട്ട് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ചെക്ക് അനദർ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെക്ക് അനദർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊരാളുടെ റിസൾട്ട് കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും മുമ്പ് നൽകിയത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം പുതിയ രജിസ്റ്റർ നമ്പർ നൽകുകയും അതിനുശേഷം ആ ഒരു രജിസ്റ്റർ നമ്പർ ആരുടെയാണോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLC സേ പരീക്ഷ ചെയ്ത വിഷയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എത്രയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു സേ പരീക്ഷയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച്, അതായത് സേ പരീക്ഷയിൽ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയിൽ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. ജൂലൈ 1 മുതലാണ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ആരംഭിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് നാളെ മുതൽ ആരംഭിക്കാനാണ് സാധ്യത. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.